ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിലും രാഷ്ട്രനിർമ്മാണത്തിലും സായുധസേന വഹിക്കുന്ന പങ്കിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് ആദ്യമായി എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീകൾക്കായി പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കാനൊരുങ്ങി കേരളം. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഒമാൻ UAE-യെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിലും രാഷ്ട്രനിർമ്മാണത്തിലും സായുധസേന വഹിക്കുന്ന പങ്കിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്പൈൻഡ് കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ ഉദ്ഘാടനം കൊൽക്കത്തയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കൽ, സൌഹൃദ രാജ്യങ്ങൾക്ക് മാനുഷിക സഹായവും ദുരന്ത നിവാരണവും നൽകൽ തുടങ്ങിയവയിൽ ഇന്ത്യൻ സേന നിർണായക സംഭാവന നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. കരസേനയുടെ ഈസ്റ്റേൺ കമാൻഡ് ആസ്ഥാനമായ വിജയ് ദുർഗിലാണ് 3 ദിവസത്തെ കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ സായുധസേനാ വിഭാഗങ്ങൾക്കിടയിലെ ഏകോപനം, സാങ്കേതിക പുരോഗതി, ആധുനികവൽക്കരണം എന്നിവ സംബന്ധിച്ച ചർച്ചകൾ ഇതിന്റെ ഭാഗമായി നടക്കും. ബീഹാറിലെ പൂർണിയ ജില്ലയിൽ 40,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചു. പൂർണിയ വിമാനത്താവളത്തിലെ പുതിയ ടെർമിനലിന്റെ ഉദ്ഘാടനത്തിന് പുറമെ വിവിധ റെയിൽ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു. കർഷകർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ദേശീയ മഖാന ബോർഡിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി ഇന്ന് ബീഹാറിൽ നിർവഹിച്ചു. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PP തങ്കച്ചൻ, വാഴൂർ സോമൻ MLA എന്നിവർക്ക് സഭ ചരമോപചാരം അർപ്പിച്ചു. സ്പീക്കർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, കക്ഷി നേതാക്കൾ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. പൊതുപ്രവർത്തകൻ എന്നതിലുപരി കേരള ചരിത്രത്തിലെ പല സുപ്രധാന ഏടുകളെയും വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി കൂടിയായിരുന്നു VS അച്യുതാനന്ദനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്പീക്കർ എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും PP തങ്കച്ചൻ നടത്തിയ പ്രവർത്തനങ്ങളെ സഭ അനുസ്മരിച്ചു. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി വാഴൂർ സോമൻ നടത്തിയ ഇടപെടലുകളും നിയമസഭ അനുസ്മരിച്ചു. ചരമോപചാരത്തിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും ചേരും. പൊതുസേവനവും സദ്ഭരണവും ലക്ഷ്യം വെച്ച് നിരവധി പരിശ്രമങ്ങളാണ് കഴിഞ്ഞ 11 വർഷമായി കേന്ദ്ര സർക്കാർ നടത്തിവരുന്നത്. രാജ്യത്തെ മികച്ച പുരോഗതിയിലേക്ക് നയിക്കാൻ ഈ സംരംഭങ്ങളിലൂടെ സാധിച്ചു. നമാമി ഗംഗെ പദ്ധതിയിലൂടെയുണ്ടായ ഗുണപരമായ മാറ്റങ്ങളാണ് ഇന്നത്തെ സേവാ പർവിലൂടെ വിശദമാക്കുന്നത്. ഗംഗാനദിയുടെ പുനരുജ്ജീവനത്തിനായി കേന്ദ്ര സർക്കാർ 2014 ആരംഭിച്ച പദ്ധതിയാണ് നമാമി ഗംഗെ. ഗംഗയിലെ മലിനീകരണം തടയൽ, പാരിസ്ഥിതിക പുനരുജ്ജീവനം തുടങ്ങി വിവിധ ലക്ഷ്യങ്ങളാണ് നമാമി ഗംഗെ മുന്നോട്ട് വയ്ക്കുന്നത്. ഗംഗയുടെ ശുചിത്വം ഉറപ്പാക്കുന്നതിൽ എല്ലാവർക്കും കൂട്ടായ ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയുണ്ടായി. कल कल बहती माँ गंगा को स्वच्छ रखना हम सबकी बहुत बड़ी जिम्मेदारी है. इसी उद्देश्य के साथ 8 साल पहले हमने नमामि गंगे अभियान की शुरुआत की थी. हम सभी के लिए गौरव की बात है कि भारत की इस पहल को आज दुनिया भर की सराहना मिल रही है. यूनाइटेड नेशंस ने नमामि गंगे मिशन को इकोसिस्टम को रिस्टोर करने वाली दुनिया के टॉप 10 इनिशिएटिव में शामिल किया. ഗംഗയെ ആശ്രയിച്ച് കഴിയുന്ന ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനോപാധി സംരക്ഷിക്കുകയും നമാമി ഗംഗയുടെ ലക്ഷ്യമാണ്. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതിയിലൂടെ 1000 വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം സാധ്യമാക്കിയതിന്റെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തിന് അഭിമാനകരമായ നേട്ടമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ ഉന്നമനത്തിനായാണ് സർക്കാർ ഈ സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മികച്ച പച്ചത്തുരുത്തുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം പ്രഖ്യാപിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന വിഭാഗത്തിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിനാണ് 1ാം സ്ഥാനം. 2ാം സ്ഥാനം തുമ്പമൺ ഗ്രാമപഞ്ചായത്തിനും കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിനും ലഭിച്ചു. കലാലയങ്ങളുടെ വിഭാഗത്തിൽ കണ്ണൂർ പയ്യന്നൂർ കോളേജും, വിദ്യാലയങ്ങളുടെ വിഭാഗത്തിൽ കണ്ണൂർ തവിടിശ്ശേരി, വയനാട് വടുവഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാമതെത്തി.
പുരസ്കാര വിതരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. പച്ചത്തുരുത്ത് പുരസ്കാരങ്ങളിൽ 12 എണ്ണം സ്വന്തമാക്കിയ കണ്ണൂർ ജില്ലയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട അയ്യപ്പൻകാവ് പച്ചത്തുരുത്തിനാണ് 1ാം സ്ഥാനം. കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ജൂറി പുരസ്കാരത്തിനും അർഹമായി. കലാലയങ്ങളുടെ വിഭാഗത്തിൽ പയ്യന്നൂർ കോളേജിലെ പച്ചത്തുരുത്തിനും വിദ്യാലയങ്ങളുടെ വിഭാഗത്തിൽ തവിടുശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനും 1ാം സ്ഥാനം ലഭിച്ചു. സ്ഥാപനങ്ങളുടെ വിഭാഗത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ട്രീ മ്യൂസിയത്തിനാണ് 1ാം സ്ഥാനം. കണ്ടൽ തുരുത്തുകളുടെ വിഭാഗത്തിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിനാണ് 1ാം സ്ഥാനം. രാജ്യത്ത് ആദ്യമായി എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീ പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കാനൊരുങ്ങി കേരളം. ക്ലിനിക്കുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പള്ളിത്തുറ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നാളെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. സംസ്ഥാനത്തെ 5415 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സേവനം ലഭ്യമാകും. എല്ലാ ചൊവ്വാഴ്ചയും പ്രവർത്തിക്കുന്ന ക്ലിനിക്കിലൂടെ വിളർച്ച, രക്താതിമർദ്ദം, പ്രമേഹം, ക്യാൻസർ സ്ക്രീനിംഗ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനുള്ള പരിശോധനകൾ എന്നിവ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് വോട്ടർമാരുടെ ബോധവൽക്കരണവും പങ്കാളിത്തവും ലക്ഷ്യമിട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ 2 പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. വോട്ടർ സാക്ഷരതാ ക്ലബ്ബുകളെ സജീവമാക്കാനായി സ്റ്റേ റെഡി SIR is കമ്മിങ് ക്യാമ്പയിനാണ് ആദ്യത്തേത്. CEO at ഉന്നതി എന്ന രണ്ടാമത്തെ പദ്ധതിയുടെ ഭാഗമായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സംസ്ഥാനത്തെ വിവിധ ആദിവാസി മേഖലകൾ സന്ദർശിച്ച് അവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. പരിപാടികൾക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ നാളെ അട്ടപ്പാടിയിൽ തുടക്കമിടും. ഈ മാസം 22 മുതൽ നിലവിൽ വരുന്ന പുതുതലമുറ GST പരിഷ്കാരങ്ങൾ സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. 2500 രൂപയിൽ താഴെ വിലയുള്ള പാദരക്ഷകളുടെ GST നിരക്ക് 12 നിന്ന് 5% കുറച്ചിരിക്കുന്നത്. മരം, കല്ല്, ലോഹങ്ങൾ എന്നിവ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളുടെ നികുതി നിരക്ക് 12% നിന്ന് 5% കുറച്ചു. പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് അവതരിപ്പിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിക്ക് നവംബർ 1 തുടക്കമാകും. വിദേശ രാജ്യങ്ങളിൽ 6 മാസമായി ജോലി ചെയ്യുന്നതോ മറ്റ് സംസ്ഥാനങ്ങളിൽ 2 വർഷമായി ജോലി ചെയ്യുന്നതോ ആയ നോർക്ക ഐഡന്റിറ്റി കാർഡുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ ചേരാനാവുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. പ്രവാസിക്ക് പുറമെ ജീവിത പങ്കാളിക്കും 2 കുട്ടികൾക്കും കൂടി 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ആണ് നോർക്ക കെയർ പദ്ധതി പ്രകാരം ലഭ്യമാക്കുക. ഈ മാസം 22 മുതൽ ഒക്ടോബർ 22 വരെ ഇതിൽ ചേരാനായുള്ള രജിസ്ട്രേഷൻ ഡ്രൈവ് നടത്തും. കേരളത്തിലെ 500-ൽ ഏറെയും രാജ്യത്തെ 16,000-ൽ ഏറെയും ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കും. വൈദ്യപരിശോധന ആവശ്യമില്ല, കാത്തിരിപ്പ് കാലാവധി ആവശ്യമില്ല തുടങ്ങിയ സവിശേഷതകളുണ്ട്. 18 മുതൽ 70 വരെ വയസ്സുള്ളവർക്ക് ചേരാനാവും എന്നതും ഒരേ പ്രീമിയം നിരക്കായിരിക്കും എന്നതും മറ്റ് പ്രത്യേകതകളാണ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ വൈകുന്നേരം 5-ന് തുറക്കും. കന്നി 1 മറ്റന്നാൾ രാവിലെ 5 മണിക്കാണ് ദർശനത്തിനായി നട തുറക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം ഈ മാസം 20-ന് പമ്പയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി 21-ന് രാത്രി 10-നാണ് നടയടയ്ക്കുക. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഒമാൻ UAE ബാറ്റിംഗിന് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 13.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 99 റൺസ് എന്ന നിലയിലാണ് UAE. രാത്രി 8-നുള്ള 2ാം മത്സരത്തിൽ ശ്രീലങ്ക ഹോങ്കോങ്ങിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിലും രാഷ്ട്ര നിർമ്മാണത്തിലും സായുധ സേന വഹിക്കുന്ന പങ്കിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 15ാം കേരള നിയമസഭയുടെ 14ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ ഉന്നതി വിദേശ പഠന സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്ത് ആദ്യമായി എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും സ്ത്രീകൾക്കായി പ്രത്യേക ക്ലിനിക്കുകൾ ആരംഭിക്കാനൊരുങ്ങി കേരളം. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഒമാൻ UAE നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.